ഇല്ലാട്ടുള്ള നമ്മുടെ ബാലചേട്ടൻ്റെ പ്രശ്നം അത് തന്നെ ഞാൻ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയില്ലാട്ടുള്ളത് അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ വീഡിയോ ഇട്ടതിൽ അഭിരാമി സുരേഷ് എന്ന് അറിയാതെ പറഞ്ഞു പോയി എന്ന് ചോദിച്ചാൽ ബാലചേട്ടൻ്റെ വൈഫ് സംഭവം അമൃത സുരേഷ് എന്നാണ് ചേച്ചിയുടെ പേര് അതെനിക്ക് പേര് മാറിപ്പോയതാണ്. അമൃത സുരേഷ് എന്ന ചേച്ചിയുടെ അനിയത്തിയാണ് അഭിരാമി സുരേഷ് ഇല്ലാട്ടുള്ളത്. അപ്പോൾ പേര് മാറിപ്പോയി, അതിൽ നിങ്ങളൊന്ന് ക്ഷമ ചോദിക്കണം അതിൽ തന്നെ. അപ്പോൾ പിന്നെ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സീക്രട്ട് ഏജൻ്റാണ് ഹരിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുള്ളൂ, രഹസ്യ ഏജന്റ്, മനസ്സിലായില്ലേ? അപ്പോൾ സീക്രട്ട് ഏജന്റ് അണ്ണൻ വന്നിട്ട് ഈ പ്രശ്നം നടന്ന സമയത്ത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ബാലചേട്ടൻ സപ്പോർട്ട് ചെയ്ത് ഭയങ്കരമായിട്ടൊരു വീഡിയോ ഇട്ടു. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ടാണ്, അതാണ് ഇതാണ്, അപ്പോൾ ഇവർ പറഞ്ഞതിൻ്റെ തെറ്റൊക്കെ പറഞ്ഞിട്ട് ആളെ അടിച്ച് കയറ്റിയെങ്കിലും വിട്ടു, മനസ്സിലായില്ലേ? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാണ്ട് നമ്മൾ ഫസ്റ്റ് ആ ഒരു പാബുവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ബാലചേട്ടൻ്റെ റെസ്പോൺസ് കണ്ടപ്പോൾ നമുക്കത് കൂടുതൽ ക്ലാരിറ്റി കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബാലചേട്ടൻ്റെ കൂടെയാണ്. ബാലചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു സംഭവം ഇങ്ങനെ ആയിരിക്കുന്നത്. പിന്നെ അമൃത ചേച്ചി ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായ സത്യം എന്താ ചോദിച്ചാൽ ഇതാണ് സത്യം എന്ന് നമുക്ക് മനസ്സിലായതില്ല. അപ്പം നമ്മൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ നമ്മളത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ക്ഷമ ചോദിച്ചെന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോയിലും ക്ഷമ ചോദിക്കാനില്ല. എന്താ വെച്ചാൽ അഭിരാമി സുരേഷ് എന്നൊരു വാക്കറിയാണ്ട് വന്നു പോകുന്നു. അത് കമൻറ്റ് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തു, ബ്രോ നേരെ നോക്ക് എന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റി. അമൃത സുരേഷ് എന്നാണ് ചേച്ചി. അപ്പോൾ ഞാൻ പേര് മാറിപ്പോയതാണ്. എനിക്ക് അമൃത സുരേഷ് എന്ന ചേച്ചിയുടെ നമ്മളെ വീഡിയോ തന്നെ പ്ലേ ചെയ്ത്, ബട്ട് ആ പേര് മാത്രം എനിക്ക് ചെറിയ മാറിപ്പോയി ഇല്ലട്ടെ, ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണ് കേട്ടത്. നമ്മുടെ അരിയണ്ണ വന്നിട്ട് വീഡിയോ എടുത്തിട്ടു, മനസ്സിലായില്ല? ബാലചേട്ടൻ എൻ്റെ ഫ്രണ്ടാണ് ബാല, അപ്പോൾ അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവർക്കാണ് തെറ്റുപറ്റുന്നത് കൊണ്ട് പറഞ്ഞു. അപ്പോൾ അതിന് റിയാക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഗോപ്രോ റിയാക്ട്സ് പറഞ്ഞൊരു മച്ചാനുണ്ട്, മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ പുള്ളിക്കാരൻ സീക്രട്ട് ഏജന്റ് റിയാക്ടിങ് വീഡിയോ ചെയ്യുന്ന ആളായിട്ടായില്ല. ആൾ പറഞ്ഞു ഓൾറെഡി റിയാക്ടിങ് വീഡിയോ എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ല അതൊക്കെ കൂടെ പറഞ്ഞു. ബട്ട് ആളിത് ചെയ്ത് നന്നായി. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അരിയണ്ണനെ പിടിച്ച് എയറിൽ കയറ്റി. പക്ഷേ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ആളാ വീഡിയോ ചെയ്ത സമയത്തിന് ആ വീഡിയോയുടെ ഇടയിൽ വന്നിട്ട് നമ്മുടെ സീക്രട്ട് ഏജന്റ് കമന്റോ ആണ് എന്താ വെച്ചാൽ നീ നിന്റെ പടി നോക്കണേ, എല്ലാവരും മരിക്കും വേണ്ടി വീഡിയോ ചെയ്യണത് ഞാൻ എൻ്റെ ഇതിൽ നിൽക്കും, അല്ലാതെ എനിക്കിപ്പോൾ നീ പറഞ്ഞ പോലെ എനിക്ക് വ്യൂവേഴ്സും കാര്യങ്ങളൊന്നും വേണ്ട, എനിക്ക് സ്ഥിരമായിട്ടുള്ള വ്യൂവേഴ്സൊന്നും വേണ്ട, ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് എന്താണോ അതാണ് ഞാൻ കിട്ടുന്നത് കൊണ്ട് പറഞ്ഞു. നല്ല കാര്യം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ റിയാക്റ്റീവ് വീഡിയോ പറഞ്ഞാൽ നമ്മുടെ അവരുടെ ഒപ്പീനിയൻ ആയിട്ടുണ്ട്, മനസ്സിലല്ലേ? അത് പക്ഷേ സത്യമായിരിക്കണ്ട. അവരുടെ റിയാക്റ്റീവ് വീഡിയോ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് ചാടി കയറി ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ കമന്റുകളൊക്കെ വന്നു. അപ്പോൾ ഗോപ്രോ റിയാക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മച്ചാൻ വീഡിയോ എടുത്തിട്ടപ്പോൾ അത് അമൃത ചേച്ചി വന്നിട്ട് ഈ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ വയ്ക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സായി കൃഷ്ണനെ പറഞ്ഞിട്ട് തന്നെ ഇട്ടിരിക്കുന്നത് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സത്യം മനസ്സിലാക്കുന്നത് വെറുതെ എത്തായിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് താങ്ക് യു സോ മച്ച് ബ്രദർ, ദിസ് മീൻസ് എ ലോട്ട്. ആൻഡ് ഡിയർ സായി, എന്തിനാണോ ഇങ്ങനെ ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? ആർക്ക് വേണ്ടി? കഷ്ടം. ഇനിയും പ്രതീക്ഷിക്കുന്നു ഡിപ്ലോമാറ്റിക് ബേസ്ഡ് വീഡിയോസ് ഫ്രം യുവർ എൻഡ്. അത് നമ്മുടെ ഗോപ്രോ റിയാക്ട്സ് മച്ചാനെ ഉദ്ദേശിച്ച വീഡിയോ. അപ്പോൾ ഞാൻ മച്ചാൻ്റെ വീഡിയോ നമ്മൾ പ്ലേ ചെയ്തിട്ടില്ല. എന്താ വെച്ചാൽ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2-3 വീഡിയോ ഹരിയാണയെ കുറിച്ച് വീഡിയോ. എന്താ വെച്ചാൽ അത് 2-3 ഞാൻ പ്ലേ ചെയ്തൊന്നുമില്ല. ജസ്റ്റ് റീസെന്റ് ആയിട്ട് വീഡിയോയിൽ ഹരിയാണ വന്ന് പിന്നെയും കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിവിടെ വെക്കട്ടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ അമൃതയുടെ വായിൽ നിന്നും കേട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോപ്രോ മച്ചാൻ റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോന്റെ ക്യാപ്ഷനൊക്കെ വായിക്കാം. എന്താ വെച്ചാൽ ഫൈനൽ സീക്രട്ട് ഏജന്റ് ആണ്, ഫുള്ള് സീക്രട്ട് ഏജന്റിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് ഗോപ്രോ ഏജന്റ് ആണ്. അപ്പോൾ ഞാൻ ഇതിൽ വന്ന് കമന്റ് മാത്രം വായിക്കട്ടെ. എല്ലാത്തിനും നമ്മുടെ മച്ചാൻ കമന്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഹരിയാണ് കമന്റ് വായിക്കാം. അത് ഞാൻ നമ്മുടെ സ്ക്രീൻഷോട്ട് വെക്കേണ്ടിയുള്ള. നിനക്ക് രഹസ്യ ഏജൻസി എന്ന് പറയാമെങ്കിൽ നീ എന്ന് വിളിക്കാം. അത് ചോദിച്ചാൽ നീ എന്ന് എനിക്ക് വിളിക്കാറില്ല. കമന്റിൽ അവർ തമ്മിലുള്ള എന്തോ സംഭവമാണ്, അതുകൊണ്ട്. അപ്പോൾ അതിൽ ഇത്ര സങ്കടം വന്നു. പിന്നെ ബിഗ് ബോസ് ആണെങ്കിലല്ല, ബിഗ് പോലെ ഒരു ഷോയിൽ പോയാലും വന്നാലും അതിൻ്റെ നേട്ടം ആൻഡ് നഷ്ടം എല്ലാം എൻ്റെ പേഴ്സണലാണ് മാൻ. പിന്നെ നിന്റെ ഔദാര്യം വേണമല്ലോ എനിക്ക് പൊങ്ങി വരാൻ. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗോപ്രോ റിയാക്ട് ആണെങ്കിൽ വീഡിയോ ചെയ്തപ്പോൾ ആൾ വിചാരിച്ചു ആളായിട്ട് ഫേമസ് ആക്കണം. ബട്ട് അതല്ല ഇടണേ. എൻ്റെ വീഡിയോ നിനക്ക് വ്യൂസ് അത് പറഞ്ഞാൽ അരി കൂടുതൽ ഡെക്കറേഷൻ വേണ്ട കൂട്ടാ. എനിക്ക് ഒരാൾ പോലും സപ്പോർട്ട് വേണ്ടടാ. നിനക്ക് ചിലപ്പോൾ വേണം എന്ന മൈൻഡാകും. ഞാൻ ഗാലറി നോക്കിയല്ല വീഡിയോ ചെയ്യുന്നത്, എൻ്റെ പെർസ്പെക്റ്റീവ് ആണ്. അപ്പോൾ കീപ് ഡൂയിങ് ആൻഡ് ക്രിട്ടിസൈസിങ് മീ. മനസ്സിലായില്ല? ഗാലറി നോക്കിയല്ല പുള്ളിക്കാരൻ വീഡിയോ ചെയ്തത്. പിന്നെ ആൾക്കാരും വേണ്ടെന്നൊക്കെ പറയേണ്ടില്ല. അതെനിക്കറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യൂവേഴ്സ് അവരാണ് എൻ്റെ സ്ട്രെങ്ത്. ഇല്ല, സത്യം പറയല്ലോ, അവരില്ലെങ്കിൽ നമ്മളൊന്നും ഇല്ല, മനസ്സിലാക്കണം. ഇപ്പോൾ എനിക്കിപ്പോൾ അത്ര വലിയ വ്യൂസ് ഒന്നും കിട്ടില്ല. ഇപ്പോൾ ഒരു പറയുകയാണെങ്കിൽ 1 ലക്ഷം വ്യൂസ് ഇല്ലെങ്കിൽ ഒരു 50,000 വ്യൂസ് ഒന്നും കിട്ടില്ല. ആകെ കിട്ടുന്ന 100 വ്യൂസ് ഒക്കെ അല്ല. 100 പേരും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, മനസ്സിലാക്കാം. 100 പേരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ, അവരെ മനസ്സിലാക്കണമെന്നുള്ളതൊന്നും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം അതുകൊണ്ട് അവർക്കാണ് ഇതിലെ പ്രയോറിറ്റി കൊടുക്കുക. ആൾ പറയുന്നുണ്ട് ഗാലറി നോക്കിയതുപോലെ കളിക്കുന്നത്, എനിക്ക് വ്യൂസും കാണാൻ വേണ്ടെന്നൊക്കെ. അത് ആളുടെ വിഷയം ഇങ്ങനെ ഇടാൻ ഒക്കെ നിങ്ങൾ ആളുടെ ഫാനാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ അടുത്ത് പറയാനുള്ളത് എല്ലാവരെയും പറയണം. അത് എനിക്കിത് ചേട്ടൻ താല്പര്യമില്ല. എനിക്ക് ഇത് ചെയ്താലേ വ്യൂസ് ഉള്ളൂ എന്ന് പറഞ്ഞു ആവുമ്പോൾ റിമെമ്പർ ദ വേർഡ്സ് യു കീപ് ഡൂയിങ് മാൻ. ഐ ഹാവ് സീറോ ഇൻടോളറൻസ് ടുവേർഡ്സ് യു ബിക്കോസ് റൈസ് മുഖ്യം ബിഗിലേ മനസ്സിലായില്ലേ?
എന്താ വെച്ച് കഴിഞ്ഞാൽ നീ നിന്റെ വഴി ചെയ്യും, ഞാൻ എൻ്റെ വഴി ചെയ്യുന്നതാണ് പുള്ളിക്കാരൻ പറയുന്നില്ലല്ലേ. അപ്പോൾ അതാണ് സംഭവം. എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മച്ചാൻ നമ്മുടെ GoPro റിയാക്ട്സ് മച്ചാൻ വന്നിട്ട് അടിച്ച അണ്ണാക്കിൽ കൊടുത്തു എന്ന് വേണമെങ്കിൽ പറഞ്ഞു. സീക്രട്ട് ആയിട്ട് ഹരിയാണ എൻ്റെ സംഭവം സത്യം ഇല്ലായിരുന്നു, മനസ്സിലായത്. ഇല്ലാത്തതെടുത്ത് വീഡിയോ ഇട്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഹരിയാണ വന്നിട്ട് ബാലിച്ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടാണ്, പക്ഷേ സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല കൂടുതൽ. അത് നമ്മുടെ അമൃത ചേച്ചി ഷെയർ ചെയ്ത് തുടങ്ങിയിട്ടാണ്. നോക്കി എന്താ വെച്ചാൽ ഇനി ഇങ്ങനെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ട് മനസ്സിലായത്. സീക്രട്ട് ആയിട്ട് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടെങ്കിൽ 6 ലക്ഷത്തോളം ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, 6 ലക്ഷത്തിന് മുകളിൽ. പിന്നെ വീഡിയോസ് നല്ല വ്യൂസും കാര്യങ്ങളുണ്ട്. സ്വാഭാവികം അതിൽ കാണുന്ന ആൾക്കാർ കൂടുതൽ വിശ്വസിക്കും, മനസ്സിലായി. എന്ന് വെച്ചാൽ ആളുടെ ഫാൻസാണ്. ഫാൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല, വേറെ ആരെയും വീഡിയോ റിയാക്ട് ചെയ്ത് കാണുന്നൊന്നും ഉണ്ടാവില്ല. ആ വീഡിയോയ്ക്ക് ചിലപ്പോൾ കാണും, അതുവഴിയായിരിക്കും ന്യൂസുകൾ കൂടുതൽ അറിയുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, അവരൊരു കുറച്ച് ആൾക്കാർ അത് വിശ്വസിക്കും, മനസ്സിലായില്ലേ. അതൊക്കെയാണ് പ്രശ്നങ്ങളിലൂടെ. അപ്പോൾ എന്തായാലും GoPro റിയാക്ട് മച്ചാൻ ചെയ്തത് നന്നായില്ല. ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അത് ഹരിയാണ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. എന്നിട്ട് ഞാൻ പോയി നോക്കിയില്ലേ, ചെറുതായിട്ട് കണ്ടുള്ളൂ. എന്തിനാ പറയുക, നമ്മളെ വ്യൂസ് ഉണ്ടാക്കി കൊടുക്കണം, മനസ്സിലായില്ലേ. അതുകൊണ്ട് ഇതാണ് സംഭവം. അപ്പോൾ സത്യം മനസ്സിലാക്കിയാണ് ചെയ്യാൻ. അപ്പോൾ GoPro മച്ചാൻ എന്തായാലും ചെയ്ത് നന്നായില്ലേ. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരവിടെ കള്ളം വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് നല്ല കാര്യം തന്നെ ഉണ്ട്. അപ്പോൾ അതേ പറയാനുള്ളൂ. അപ്പോൾ ഹരിയാണ എൻ്റെ കാണുകയാണെങ്കിൽ ഹരിയാണ പറയാനുള്ളത് അതാണ്. എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തെറ്റ് ചെയ്തെങ്കിൽ തെറ്റ് ചെയ്തെന്ന് പറയാൻ വേണം. അപ്പോൾ അത്രേ ഉള്ളൂ.